നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ആളുകളെ പേടിപ്പിക്കുകയോ ആളുകൾക്ക് ഇതാക്കുകയല്ല. നമ്മുടെ മുമ്പിൽ വലിയ ദുരന്തങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം മൊത്തം. ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ കനത്തു വരുന്ന സമയത്ത് ജാഗരൂകരായിരിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ വെള്ളം കലങ്ങി വരേണ്ടതെന്ന് പരിശോധിക്കണം. അത് മാത്രമല്ല ശബ്ദം വല്ലതും കേൾക്കേണ്ടതെന്ന് നോക്കണം. നിങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് ഒന്ന് പരിശോധിക്കണം. എവിടെയെങ്കിലും കുഴികളോ എന്തെങ്കിലും വെള്ളത്തിൻ്റെ സൗണ്ടുകൾ, വെള്ളത്തിലെ മാറ്റം, കിണറിൽ തിരയിളക്കം പോലുള്ള സംഭവം, ഇതൊക്കെ നിങ്ങൾ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത് നോക്കിക്കഴിയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സിഗ്നൽസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ മുനിസിപ്പൽ അധികൃതരെ വിവരം അറിയിക്കുക, അടിയന്തരമായിട്ട് മാറാനുള്ള സംവിധാനം ചെയ്യുക. അതൊക്കെ ഒരു സിഗ്നലാണ്, ഒരു സൈനാണ്. അതെല്ലാം നല്ല കലക്കവെള്ളം, ഭൂമിയിൽ വെള്ളം കലങ്ങി തിരിഞ്ഞ് വരികയാണെങ്കിൽ ശ്രദ്ധിച്ചോളുക. ഈ ഭൂമിയിൽ മണ്ണ് മേൽമണ്ണിന് കനം കൂടുതലാണ്. അത്രയും കനം കൂടുതലുള്ള മണ്ണിൽ വെള്ളം മൊത്തം വന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ചായയിൽ ബണ്ണ് മുക്കം പോലെ ഇതിലിങ്ങനെ വെള്ളം നിൽക്കുക. ആ വെള്ളം ഊറിപ്പോകുന്ന സാധനമാണ് നമ്മൾ ഈ ചാലുകളിലൂടെ വരുന്നത്. അതാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇത് സ്റ്റോപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്ലോപ്പിൽ ഇപ്പോൾ MLA ഇപ്പോൾ പോയ സ്ഥലമാണ്, ആ കിണർ നിൽക്കുന്ന സ്ഥലം. ആ കിണറിൽ വെള്ളമുണ്ട്. അതിനവിടെ ഈ റൂട്ട് ബോൾട്ടിംഗ് എന്നാണ് ഞങ്ങളതിനെ പറയുന്നത്. റൂട്ടെല്ലാം ബോൾട്ട് ചെയ്ത് മരങ്ങളെ പിടിച്ചു നിർത്തി അതിന് വിടവിലൂടെ എല്ലാം വെള്ളത്തിന് ഉരിച്ചു വരാനുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ ഈ മണ്ണിൻ്റെ ഘടന എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് ആയിട്ടുള്ള, നിങ്ങൾക്കറിയാം, കിണർ കുത്തുമ്പോൾ അടിയിലുള്ള മഞ്ഞ കളറുള്ള പശുവെള്ളം മണ്ണാണ്. ആ പശുവെള്ളം മണ്ണിൽ പിടിച്ചേക്കാൻ പറ്റില്ല. ഗ്രീസ് ഇട്ടിട്ട് അതിലൂടെ നടന്നു നോക്ക്, ആ അവസ്ഥയിലാണ് ആ മണ്ണ് നിൽക്കുന്നത്. ജലപൂരിതമായിട്ട് നിൽക്കുകയാണ് ആ മണ്ണ് മൊത്തം. താഴുക, തിരയിളക്കം, ഇത്തരം സംവിധാനം ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് വേറെ ആർക്കും, ഇപ്പോൾ MLA ക്കോ എനിക്കോ ആർക്കും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിതിൽ ലക്ഷണങ്ങൾ പറഞ്ഞു തരാനേ പറ്റുള്ളൂ.